എപ്പിസ്കോപ്പൽ ഡയസിസിന്റെ പ്രീസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്തോ അമേരിക്കൻ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളെ, ഏറ്റവും ബഹുമാന്യനായ ശ്രീ ഷാജൻ സ്കറിയ, തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഹ്യൂസ്റ്റൺ ഗ്രേറ്റ് ഹ്യൂസ്റ്റൺ നിവാസികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാധ്യമ പ്രവർത്തനവുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമില്ല. എങ്കിലും പത്രം വായിക്കുന്ന സ്വഭാവം ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ പത്രം വരുത്തുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ കാണുകയുള്ളൂ. അതവിടെ കടമടക്കുന്ന ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടന്റെ കടയിൽ വരുന്ന പത്രം അതാരെങ്കിലും ഒരാളെടുത്ത് വായിക്കും, ഞങ്ങളെല്ലാം ചുറ്റിലും വരുന്ന കേൾക്കും. അങ്ങനെ വാർത്ത മനസ്സിലാക്കിയിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. നേരിട്ട് എനിക്ക് മാധ്യമപ്രവർത്തനമായിട്ടുള്ള ബന്ധം തൊടുപുഴയ്ക്കടുത്ത് മേലുകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കേന്ദ്രമാക്കിക്കൊണ്ട് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ CSI സഭയുടെ ഒരു രൂപതയുണ്ട്. അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സഭാമിത്രം എന്ന് പറയുന്ന ഒരു മാസികയുടെ അസോസിയേറ്റ് ചീഫ് എഡിറ്ററായിട്ട് 2 വർഷം സേവനം ചെയ്യുവാനായിട്ട് വലിയൊരു ഭാഗ്യം ലഭിച്ചതാണ് എനിക്ക് നേരിട്ടുള്ള അനുഭവം. അത്യാവശ്യം എഴുതുകയും ചെയ്യുന്നത്. ശ്രവണ അച്ചടി മാധ്യമങ്ങളിൽ നിന്ന്, ആ തലമുറയിൽ നിന്ന് ദൃശ്യ മാധ്യമത്തിന്റെ ഒരു തലമുറയിലേക്ക് പരിക്കുകൾ കൂടാതെ വന്നൊരു തലമുറയുടെ ഭാഗമാണ് ഞാൻ. അതാണ് ഇവിടെ ഇരിക്കുന്ന പകരം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ വന്ന അവസരത്തിൽ അത് വിപ്ലവകരമായിട്ടൊരു മാറ്റമാണ് വാർത്താവിനിമയ രംഗത്തുണ്ടാക്കിയത് എന്ന് നാം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ദൃശ്യമാധ്യമങ്ങൾ പിന്നീട് പ്രമുഖ മാധ്യമ ചാനലുകൾ എന്ന പേരെടുത്ത അവസരത്തിൽ അവിടെ വന്ന ഒരു അപകടം എന്റെ നിരീക്ഷണത്തിൽ ഒരു യാന്ത്രികത മലയാളം വാക്കുകളൊന്നും എനിക്ക് അറിഞ്ഞൂട, പക്ഷെ ഞാൻ വാക്ക് ഉപയോഗിക്കുക. ഒരു യാന്ത്രികത സംഭവിച്ചപ്പോൾ ദൃശ്യമാധ്യമത്തിനെ പുതിയൊരു തലമുറയിലേക്ക്, ഒരു തലത്തിലേക്ക്, ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന മഹാനായ വ്യക്തിയാണ് ബഹുമാന്യനായ ഷാജൻ സ്കറിയ. അത് മുഖസ്തുതിയായിട്ട് ഞാൻ പറയുന്നത്. അതിന്റെ കാരണം പ്രമുഖ ചാനലുകളെല്ലാം തന്നെ പത്രാസുകളുടെ ബലത്തിൽ പിടിച്ചു നിന്നപ്പോൾ സത്യത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട് പിടിച്ചു നിന്ന അമാനുഷികമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പത്രപ്രവർത്തന രംഗത്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്ന ഈ വ്യക്തി. വാർത്തകളുടെയും വിവരങ്ങളുടെയും നിഷ്പക്ഷമായിട്ടുള്ള വിതരണവും വിശകലനവും വ്യാഖ്യാനവും, അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസത്ത എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിഷ്പക്ഷതയ്ക്ക് ഒരു കണി പോലും കോംപ്രമൈസ് ചെയ്യാതെ സന്ധി നടത്താൻ നേരിട്ട് നടത്തിയ ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള കൂടിവരവിൽ ഞാൻ സാധാരണ വരുന്നൊരു മനുഷ്യൻ. പ്രമുഖ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ സാധാരണക്കാരന്റെ മനസ്സിൽ അവർ നെഞ്ചിലേറ്റിയ ഒരു പത്രപ്രവർത്തകൻ ആയതുകൊണ്ടാണ് ശ്രീ ഷാജൻ സ്കറിയ ഇന്ന് ഈ ജനം നിങ്ങളെ കാണുവാനായിട്ട് ഞാൻ സഹിതം ഇവിടെ എത്തിയിരിക്കും. ഇതിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം. എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നില്ല. എനിക്ക് എന്റേതായിട്ടുള്ള വിയോജിപ്പത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒഴുക്കിൽ പറഞ്ഞു പോകുന്ന വാചകങ്ങളിടയിൽ ആഴമുള്ള അർത്ഥങ്ങളെ മനസ്സിലാക്കാതെ പോയ വാചകങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠനം അത് തന്നെ വിഷയമാക്കാം.
എങ്കിലും ഈ ഒരു വലിയ ഉത്തരവാദിത്വം സാധാരണക്കാരന് വേണ്ടി, സാധാരണക്കാരന്റെ മനസ്സിൽ നിങ്ങൾ സ്ഥാനം പിടിച്ചുവെങ്കിൽ പ്രമുഖ ചാനൽ മറ്റൊന്നുമല്ല, അത് മറുനാടൻ മാത്രമാണ്. ഇനിയും നിങ്ങളുടെ ഈ അതിസാഹസികമായിട്ടുള്ള മാധ്യമ പ്രവർത്തന യാത്രയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഊർജവും വ്യക്തിത്വവും ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു മലയാളം വാക്കുണ്ട്. അതിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതും നിങ്ങളുടെ കൈമുതലാകട്ടെ. ഇനിയും നിങ്ങൾക്ക് കേസുകൾ വർദ്ധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ സാധാരണക്കാരന്റെ സ്വരമാണ്, നിങ്ങൾ സാധാരണക്കാരന്റെ വികാരമാണ്. വാർത്തകൾ കണ്ടതും കേട്ടതും എല്ലാം പറയുന്നതിന് പകരം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ സാധാരണക്കാരന് വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് സാധാരണക്കാരിലെത്തിക്കുകയും അവർക്ക് വേണ്ടി വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ശ്രീ ഷാജൻ സ്കറിയ നിങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷ